ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മലയാള സിനിമയുടെ സർവ്വകാല ചരിത്ര റെക്കോർഡുകളും പൊളിച്ചെഴുതിക്കൊണ്ട് ടർബോ തുടക്കം കുറിക്കുന്നു. മമ്മൂട്ടിയുടെ തന്നെ ഭ്രമയുഗം എന്ന സിനിമ ഫൈനലായി നേടിയ ടിക്കറ്റ് കൗണ്ട് അത് പ്രീസെയിൽ ബിസിനസ്സിലൂടെ മാത്രം അല്ലെങ്കിൽ പ്രീസെയിലൂടെ മാത്രമായി ഈ സിനിമ നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ 12 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്രത്തോളം ടിക്കറ്റുകൾ കവർ ചെയ്തിരിക്കുന്നത്. അതായത് ഭ്രമയുഗത്തിൻ്റെ ഫൈനൽ ടിക്കറ്റ് കൗണ്ട് 1100ഓളമായിരുന്നു ഓൺ സ്ക്രീനുകളിൽ നിന്ന് മാത്രമായിട്ടുള്ളത്. അത് 73 ഷോകളിൽ നിന്ന് 1300 മുകളിലുള്ള ടിക്കറ്റുകളായിട്ട് സോൾഡ് ഔട്ടായി അതിൻ്റെ റെക്കോർഡുകൾ ദിവസങ്ങൾക്ക് മുമ്പ് ഈ സിനിമ തീർത്തു. ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വേറെ ഒന്നുമല്ല, 57 ഷോകളിൽ നിന്ന് മാത്രമായിട്ട് 2000-നടുത്തുള്ള ടിക്കറ്റുകൾ ഓൾറെഡി ബുക്ക് ചെയ്തു. ഓഡോണും അതേപോലെ തന്നെ സിനി വേൾഡും ചേർന്നിട്ട് 3200 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നു. ഇത് ഇന്നത്തെ കണക്കല്ല, 2 ദിവസങ്ങൾക്ക് മുമ്പ് മെയ് 15-ന് ഉള്ള കണക്കാണ് എന്നുള്ളത് എടുത്ത് പറയാം. അപ്പോൾ നമുക്കൊരു സംശയമുണ്ടാകാം, എന്താണ് ഈ ഓഡോണും അതേപോലെ തന്നെ സിനി വേൾഡും ഒക്കെ? നമ്മളുടെ ഇവിടെ PVR ലുലു എന്നൊക്കെ PVR അല്ലെങ്കിൽ അങ്ങനെയുള്ള പേരുകളിൽ വരുന്ന സംഭവം തിയേറ്ററുകളുടെ ശൃംഖല തന്നെയാണ് ഓഡോൺ എന്ന് പറയുന്നത്. മൊത്തത്തിൽ 200 ലൊക്കേഷൻസിലാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. UK-യിൽ മാത്രമായി ചരിത്രം തിരുത്തി കുറിക്കുകയാണ്. മലയാള സിനിമയുടെ ഏറ്റവും ഉയർന്ന ഒരു തിയേറ്റർ ലിസ്റ്റാണ് UK-യിൽ ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം 140 തിയേറ്ററുകൾ ചാർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അത് ഇപ്പോൾ 150 കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും 4 സീസൺസ് ക്രിയേഷൻ രണ്ടും കൽപ്പിച്ച് തന്നെ അവിടെ റിലീസ് ഇറക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ലണ്ടനിലും മാൾട്ടയിലുമൊക്കെയായി അതിഗംഭീരമായിട്ടുള്ള റിലീസ് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതിനോടകം ഉള്ള ടിക്കറ്റ് കൗണ്ട് ഒന്നും കൂടെ ഞാൻ പറയാം. ഓഡോൺ സിനി വേൾഡും കൂടെ ചേർന്നിട്ട് 3200ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ സിനി വേൾഡിൽ നിന്ന് മാത്രമായിട്ട് ഏകദേശം 1900-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വെറും 57 ഷോകളിൽ നിന്ന് വിറ്റുപോയിരിക്കുന്നു. അതുപോലെ ഓഡോണിൽ നിന്ന് കഴിഞ്ഞ അല്ലെങ്കിൽ ഈ ഒരു 15-ാം തീയതിക്കുള്ളിൽ 73 ഷോയിൽ നിന്ന് 1300ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. അതായത് ഭ്രമയുഗത്തിൻ്റെ ഫൈനലായിട്ട് ഓഡോൺ തിയേറ്ററുകളിൽ നിന്ന് വിറ്റുപോയിരുന്നത് 1100ഓളം ടിക്കറ്റുകൾ മാത്രമായിരുന്നു എന്നുള്ളതാണ്. അത് തന്നെ ഗംഭീരമായിരുന്നു. അതായത് ഇവിടെ നമുക്കറിയാം ഭ്രമയുഗം എത്രത്തോളം ഗംഭീരമായിരുന്നു UK-യിൽ എന്നുള്ളത്. അതിൻ്റെ 10 മടങ്ങിലേക്ക് എത്തും ഈ ഒരു സിനിമ എന്നുള്ളതിന് യാതൊരു സംശയമില്ല. സിനിമ റിലീസ് ചെയ്യാൻ ഇനിയും 7 ദിവസങ്ങൾ ബാക്കി നിൽക്കുന്നു. ആ 7 ദിവസം കൊണ്ട് ഒരു പക്ഷേ 10,000-ന് മുകളിലുള്ള ടിക്കറ്റുകളായിരിക്കും വിറ്റുപോകുന്നത്. എന്തായാലും നമുക്ക് അതിലേക്കൊന്ന് നോക്കാം. അങ്ങനെ ഒരു കാര്യം നടക്കുകയാണെങ്കിൽ നമുക്ക് കൈയടിച്ച് അടുത്ത വീഡിയോയുമായിട്ട് വരാം. അപ്പോൾ കട്ടയ്ക്ക് കൂടെ ഉണ്ടാവണം ഗ്രേറ്റ് മീഡിയാസ്.